Hello everyone, welcome back to Xylem Learning. It's me Jamshad. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത്തവണത്തെ ഓണം എക്സാമിൽ നമ്മുടെ 7ാം ക്ലാസ്സുകാർക്ക് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയുന്നതാണ്. സോ ഇതുപോലത്തെ ധാരാളം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നേരെ നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ആക്ച്വലി കേരള പാഠാവലി എല്ലാവർക്കും കേരള പാഠാവലിയിലെ ചാപ്റ്റേഴ്സ് ഈ കാണുന്നതാണ്. ഇളം കാറ്റ് തെല്ലൊന്നും തൊട്ടൊന്നു വന്നാൽ, ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്നു വന്നാൽ, ഇത് നമ്മളെ യൂണിറ്റിന്റെ പേരാണ്. ആ യൂണിറ്റിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നുള്ള ഒരു ചാപ്റ്റർ, അതുപോലെ തന്നെ ഒരു ദിനാന്തര സഞ്ചാരം, മനസ്സിലേക്കിളി എന്നീ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള നീളുമീ യാത്ര തൻ വിസ്മയങ്ങൾ എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ് ഉണ്ട്. അതിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, നക്ഷത്രം എന്നും ഈ യാത്ര തുടങ്ങിയുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ 6 ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു കേരള പാഠാവലിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല അടിസ്ഥാന പാഠാവലിയുണ്ട്. അതിൽ കതിർ ചൂടുമം, നാട്ടിൻ പെരുമകൾ എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഗ്രാമശ്രീകൾ, കുമ്മാട്ടി, വിത്ത് എന്ന മഹാത്ഭുതം എന്നീ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. സോ നന്നായിട്ട് ഈ ചാപ്റ്റേഴ്സിലെ ആക്ടിവിറ്റിയും നോക്കി വെക്കുക. ഇനി മറ്റ് ലാംഗ്വേജുകൾ എടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അറബിക് എടുത്ത ആൾക്കാർക്ക് യൂണിറ്റ് 1ഉം യൂണിറ്റ് 2 ആണ് ആക്ച്വലി അവർക്ക് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ആണെങ്കിൽ യൂണിറ്റ് 1, 2 ആൻഡ് യൂണിറ്റ് 3, 3ാമത്തെ യൂണിറ്റ് വരെ സാൻസ്ക്രിറ്റിലുണ്ട്. ഉറുദുവിലാണെങ്കിൽ ചാപ്റ്റേഴ്സ് വൈസ് ആണ് ഇത് ചെയ്യുന്നത്. 1st, 2nd, 3rd, 4th, 5th, 6th, 7th 7ാമത്തെ ചാപ്റ്റർ വരെ ഉറുദു ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കുണ്ട്. സോ അതും മറന്നു പോകരുത്, പഠിച്ചു വെക്കണം, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്താക്കുക, ഓക്കെ ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് ടിക്ക് ഇടാൻ പറ്റും, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ സബ്ജക്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹാർമണി ഓഫ് മാവൽസ് എന്നുള്ള യൂണിറ്റ് ആണ്. യൂണിറ്റിന്റെ പേരാണ് എ റോബോട്ട് വിത്ത് എ വൈറസ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്, സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ്, തേർഡ് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത യൂണിറ്റിൽ നിന്ന് എ ഡോൾസ് ജേർണി, ഫോറിൻ ലാൻഡ്സ്, ഇമാജിനേഷനിൽ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. പക്ഷേ അത് എക്സാമിന് ചോദിക്കില്ല ആ ചാപ്റ്റേഴ്സ്. അതാണ് പറഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഓണം എക്സാമിന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ്. നെക്സ്റ്റ് വൺ ഹിന്ദിയിൽ നിന്നാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നോക്കാം. ഹിന്ദിയിൽ ഇക്കായ് 1 പ്യാർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ നിന്നുള്ളത് ഗുദ്സെ പ്യാർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ സാഫ് സഫായി മേ ഔവൽ ഗാവ്, ഓക്കെ എന്താണ് സാഫ് സഫായി മേ ഔവൽ ഗാവ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇക്കായ് 2 സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് പരിശ്രം എന്ന് പറയുന്ന ഒരു അടിപൊളി യൂണിറ്റ് ഉണ്ട്. അതിലാണ് നമ്മുടെ ഗാന്ധിജിക്ക് നമക്കഥ ആ ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ ദർദി ഉസ് കിസാൻ കി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, സെറ്റാക്കുക, പവറാക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സ് ആണ്. സോഷ്യൽ സയൻസിൽ മിഡീവിയൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, ചാപ്റ്റർ ഉണ്ട്. മിഡീവിയൽ ഇന്ത്യ, കൾച്ചറൽ മൂവ്മെന്റ്, മധ്യകാല ഇന്ത്യ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്സ്, ഭരണഘടന, വഴിയും വഴികാട്ടിയും എന്ന് പറഞ്ഞ അടുത്ത യൂണിറ്റ് ഉണ്ട്. അടുത്ത ചാപ്റ്റർ ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് സയൻസിലെയും മാത്സിലെയും ചാപ്റ്റേഴ്സ് ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു തീർക്കാനുണ്ട്. ബേസിക് സയൻസിലെ കൊട്ടക്കണക്കിന് ചാപ്റ്റേഴ്സ് ഇനി വരാനുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ അതിന് കംപ്ലീറ്റ് ലൈവുകൾ, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഒരു ബാച്ച് രൂപത്തിൽ, റിവിഷൻ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ദിസ് വൺ അവെഞ്ചേഴ്സ് ബാച്ച് ക്ലാസ് 7 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രൈസിന്, വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രൈസിന്, ഒരു വർഷത്തേക്ക് ആക്ച്വലി ഈ ഒരു എക്സാമിന് മാത്രമല്ല ഇനി വരുന്ന എക്സാമിന് ആയിട്ടുള്ള ഓണം, ക്രിസ്മസ്, ആനുവൽ എക്സാം, ഇതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും, മോഡൽ എക്സാമും, അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ തുടങ്ങിയിട്ട് എല്ലാവിധ സപ്പോർട്ടും, അത് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ വരെ നമ്മൾ ക്ലാരിഫൈ ചെയ്തും ടീച്ചേഴ്സ് ക്ലാരിഫൈ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഒക്കെയുള്ള ഈ ഒരു ബാച്ചിന് ഈ ഒരു പ്രൈസിലാണ് നമ്മൾ പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓണം എക്സാം നമ്മൾ
പറപ്പിക്കും, പൊളിക്കും, സെറ്റാക്കും. നെക്സ്റ്റ് വൺ ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക് സയൻസിൽ ടുവാർഡ്സ് 100-fold yield, വിളയിക്കാം 100 മേനി എന്ന ചാപ്റ്റർ ഉണ്ട്. ആസിഡ്സ് ആൻഡ് ബേസസ്, ആസിഡുകളും ബേസുകളും എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. ദി വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ലോകം എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്, പ്രകാശം പ്രതിഫലിക്കുമ്പോൾ എന്ന് പറയുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ഉണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നല്ല വെടിപ്പായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് മാത്സിലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. മാത്സിലെ ചാപ്റ്റേഴ്സ് പറയുന്നത് പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകൾ, ഫ്രാക്ഷൻസ് ഉണ്ട്, ഭിന്നസംഖ്യകൾ, ട്രയാങ്കിൾസ് ഉണ്ട്, ത്രികോണങ്ങളുണ്ട്, റെസിപ്രോക്കൽസ് ഉണ്ട്, വിപരീത ഭിന്നങ്ങളുടെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്നുമുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ ഇതറിയില്ല, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ എക്സാമിനുള്ളത് എന്നറിയില്ല, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സ്കൂളിൽ എടുത്തിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ എടുത്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ പഠിക്കണം മക്കളെ എന്ന് നിങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെയാണ് നിങ്ങളുടെ സ്കൂൾ ഇതൊക്കെ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ ബാക്കിയുണ്ടോ, ഈ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിക്കുക. അത് മാത്രമല്ല ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെയോ നമ്മുടെ സ്ലൈഡുകൾ ആക്ച്വലി നോട്ട്സുകൾ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഫ്രീ ആയിട്ട് നോട്ട്സുകൾ കിട്ടും. അത് മാത്രമല്ല സൈലത്തിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്കുകളും അതുപോലെ തന്നെ നോട്ട്സൊക്കെ നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. സോ ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നുകൊണ്ടാ. ബൈ.